സമകാലികം. ക്രിസ്തുമസിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആഘോഷങ്ങൾക്ക് ആക്കം കൂട്ടാൻ, കളറാക്കാൻ പലവിധ വിപണിയും ഒരുങ്ങിക്കഴിഞ്ഞു. നഗര ഗ്രാമഭേദമന്യേ ക്രിസ്തുമസ് അലങ്കാര സാമഗ്രികളുടെയും നക്ഷത്ര വിളക്കുകളുടെയും വിൽപ്പന തകൃതിയായി നടക്കുന്നു. ഫലപ്രഖ്യാപനം കഴിഞ്ഞതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂട് ആറിയതും മന്ദഗതിയിലായിരുന്ന റീറ്റെയിൽ വ്യാപാരത്തെ ഉഷാറാക്കിയിട്ടുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ ക്രിസ്തുമസ് പുതുവത്സര വിപണികൾ ഓരോ വർഷവും ഏറെ വൈവിധ്യമാർന്ന കാഴ്ചകളാണ് ഒരുക്കുന്നത്. ക്രിസ്തുമസ് കളറാക്കുന്ന പ്രധാന ഇനമാണ് നക്ഷത്ര വിളക്കുകൾ. പല നിറത്തിലും രൂപത്തിലുമാണ് സ്റ്റാറുകൾ അണിഞ്ഞൊരുങ്ങുന്നത്. 5 രൂപ മുതലുള്ള കുഞ്ഞൻ പേപ്പർ നക്ഷത്രങ്ങൾ മുതൽ പ്ലാസ്റ്റിക് LED വരെ പല വിലകളിലുള്ള നക്ഷത്രങ്ങളും അലങ്കാര വിളക്കുകളും ക്രിസ്മസ് ട്രീയും സാന്താക്ലോസുകളും നിറഞ്ഞ വിപണി ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടവുമായി കൂടുതൽ സജീവമാവുകയാണ്. ആഘോഷങ്ങൾക്ക് അതിമധുരവുമായി കേക്ക് നിർമ്മാണ മേഖലയും ഒപ്പം തന്നെയുണ്ട്. മിന്നിത്തിളങ്ങുന്ന ക്രിസ്തുമസ് വിപണി. ഓരോ വർഷത്തിലെയും ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം എന്ന് പറഞ്ഞാൽ ഡിസംബർ തന്നെയാണ്, ക്രിസ്മസ് സീസൺ. ക്രിസ്തുമസ് ഷോപ്പിംഗ് എന്നത് പലർക്കും ഒരു നൊസ്റ്റാൾജിയയാണ്. അപ്പോൾ ക്രിസ്മസിന് വീടൊരുക്കാനും ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ട് ആ ഒരു ക്രിസ്മസ് വൈബ് കൊണ്ടുവരാനും ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ളതാണ്. അത് ചെറുപ്പം മുതലേ അങ്ങനെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ചെയ്ത് കണ്ട് അങ്ങനത്തെ ഒരു ശീലമാണ്. പിന്നെ ഞങ്ങൾ എറണാകുളം വന്നിട്ടൊരു 20 ഇയേഴ്സോളം ആയി. ബാങ്ക് ഉദ്യോഗസ്ഥയായ ഷീലു രഞ്ജിത്ത്. 20 വർഷവും മിക്കവാറും ഞങ്ങളുടെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അത് ബ്രോഡ്വേ ആണ്. ബ്രോഡ്വേയിലെ മേത്ത ബസാറിൽ ക്രിസ്മസ് ടൈമിൽ അവിടെ ഒന്ന് പോയില്ലെങ്കിൽ നമുക്കൊരു സന്തോഷക്കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ ഒന്ന് പോവുക, അവിടുത്തെ പെട്ടെന്നൊന്നും പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ലെങ്കിലും അവിടുത്തെ ആ ഒരു ലൈറ്റ്സും അവിടുത്തെ സ്റ്റാർസും അങ്ങനത്തെയൊക്കെ ഓരോന്നും കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് നമുക്ക്. അത് മാത്രമല്ല, നമ്മളിങ്ങനെ നടക്കുമ്പം ആ ഫുൾ സ്റ്റാർസ് തൂക്കിയിട്ടേക്കുന്നതും ലൈറ്റ് തൂക്കിയിട്ടേക്കുന്നതും അതൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു ക്രിസ്മസ് ഫീൽ തന്നെ തോന്നുന്നത് അവിടെ പോകുമ്പോഴാണ്. അത് ഡിസംബർ തുടക്കത്തിൽ തന്നെ പോകും. ആദ്യമേ ഒരു തവണ പോകും, എന്നിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. എന്നാലും കുറച്ചും കൂടെ വാങ്ങിക്കണം എന്ന് തോന്നും. അങ്ങനെ ഒരു 3 ടൈംസ് എങ്കിലും ഒരു തവണ പോയിരിക്കും. ഈ പുൽക്കൂടാണെങ്കിലും ട്രീസ് ആണെങ്കിലും ഓരോ രീതിയിലുണ്ട് ട്രീസാണ് വരുന്നത്. ഇപ്പൊ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇത് ഒരുമിച്ചൊന്നും ഇത്രയൊന്നും വെറൈറ്റി ആയിട്ട് കാണാൻ പറ്റത്തില്ലല്ലോ. ഇത് ഇപ്പൊ ഡിസംബർ 1 തന്നെ പതുക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങും, ട്രീയും എല്ലാം എടുത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ തന്നെ ബ്രോഡ്വേ മേത്ത ബസാറിലേക്ക് ഒരു പോക്കുണ്ട്, പിള്ളേരൊക്കെ ആയിട്ട് ഒരു പോക്കുണ്ട്. അതൊരു രസമാണ് ശരിക്കും. അവിടെ പോകുമ്പോൾ ലൈറ്റ്സും ഒക്കെ കണ്ട് അവിടെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇരിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം. ബാക്കി ഒരു കടകളിലും പോയി മേടിക്കാം, പക്ഷെ ആ കിട്ടാത്ത ഒരു ഫീലാണ് നമുക്ക് ക്രിസ്മസിന് ഇവിടെ പോകുമ്പോൾ, ബ്രോഡ്വേ പോകുമ്പോൾ. അതായത് എന്തൊക്കെ കടകൾ അവിടെ ഉണ്ടെങ്കിലും, ഇപ്പം ലേസിന്റെ കടയാവട്ടെ, നൂലിന്റെ കടയാവട്ടെ, സ്റ്റേഷനറിയുടെ കടയാവട്ടെ, എന്താണെങ്കിലും ഫുൾ എല്ലാവരും ക്രിസ്മസിന്റെ ആയിരിക്കും വിൽക്കുന്നത്. അതും പല വെറൈറ്റി ഉണ്ട്, പല വ്യത്യസ്തമായ സാധനങ്ങളും നമുക്ക് അവിടുന്ന് മേടിക്കാൻ കിട്ടും. സ്റ്റാർസ് ആയാലും പിന്നെ തൂക്കിയിടുന്ന റീത്ത് പോലത്തെ അങ്ങനത്തെ ആയാലും ഇതെല്ലാം. തവണയൊക്കെ നല്ല ട്രീസ് ഒക്കെ കുറേ വെറൈറ്റി ക്രിസ്മസ് ട്രീസ് അവിടെ വന്നിരിക്കുന്നത്. പിന്നെ പുൽക്കൂടിന്റെ ആണെങ്കിലും നല്ല നല്ല വെറൈറ്റി സാധനങ്ങൾ കിട്ടും നമുക്ക് അവിടെ. എല്ലാം കൂടെ ഒരു കുടക്കീഴിൽ കിട്ടുന്ന രീതിയിൽ എല്ലാം കിട്ടും. പിന്നെ നമ്മൾ ഉള്ളിലോട്ട് പോകും, തുടക്കത്തിലൊക്കെ ചിലപ്പോൾ വില കൂടുതലൊക്കെ ആയിരിക്കും. ഉള്ളിലോട്ട് പോകുമ്പോൾ വില കുറവും അങ്ങനെ നമ്മളത് കണ്ട് ആദ്യമേ ഒന്ന് ഒരു ഫുൾ റൗണ്ട് അടിക്കും, ഫുൾ മേത്ത ബസാറിനകത്തൂടെ. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും തുടങ്ങി ഏതിനൊക്കെയാണ് നല്ല റേറ്റ് അതനുസരിച്ച് നമ്മൾ വാങ്ങിക്കും. അത് പണ്ട് മുതലേ ഉണ്ട് ശീലം. ആ വീട്ടിൽ നിന്ന് ഒരു ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അവിടെ പോയിരിക്കും. അവിടെ ഒരു തവണയല്ല, ചിലപ്പം 1-2 തവണ നമ്മൾ ഒരു തവണ പോകും, വീട് ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കും. അത് കഴിയുമ്പോൾ ചില സാധനം വീണ്ടും വേണം. അങ്ങനെ ഒരു രീതിയാണ്. ഇപ്പം മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് കൂടെ വരാൻ. നമ്മളിപ്പം ക്രിസ്മസിന്റെ ആ ഒരു ഡിസംബർ തുടക്കം തന്നെ നമ്മൾ പോകും. തുടക്കത്തിലൊക്കെ പോയ തിരക്ക് നല്ല കുറവാണ്, പക്ഷെ 2ാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും ആ സമയങ്ങളിലൊക്കെ. ചെറിയ പട്ടണങ്ങളും ഗ്രാമങ്ങൾ പോലും ക്രിസ്തുമസ് വിപണിയുടെ ഓളത്തിലാണ്. അങ്കമാലിയിലെ വ്യാപാരിയായ വരുൺ വിജു. ക്രിസ്മസ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് അതോടൊപ്പം കൊറോണ എന്ന മഹാമാരിക്ക് ശേഷം ക്രിസ്മസ് വിപണിക്ക് ഒരുപാട് മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. മുമ്പ് നമ്മുടെ വീടുകളിൽ ഡിസംബർ 20 ശേഷം മറ്റ് സ്റ്റാറുകളും ഡെക്കറേഷൻ ഐറ്റംസും അലങ്കരിക്കുക എന്ന ട്രെൻഡായിരുന്നു. ഇന്ന് പക്ഷെ അങ്ങനെയല്ല. ഒരുപാട് ജനങ്ങൾക്ക് യൂറോപ്പ് എന്ന സ്വപ്ന നഗരം ഓപ്പൺ ആയപ്പോൾ അവിടുത്തെ പല ട്രെൻഡ് ഇന്ന് കേരളത്തിലും ഞങ്ങളുടെ കൊച്ചു അങ്കമാലിയിലും അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ സ്ഥാപനം തന്നെ നവംബർ പകുതിയോടെ ക്രിസ്മസ് വിപണി ഒരുങ്ങി. ബേസിക്കലി ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ, ലേഡീസ് ഫാൻസി, ഗിഫ്റ്റ്, ഓഫീസ് സ്റ്റേഷനറി, സീസണൽ ഗുഡ്സ് ആണ് ചെയ്യുന്നത്.
ഈ കൊല്ലം നവംബർ 2-ാം വാരം തന്നെ സ്ഥാപനങ്ങളും നമ്മുടെ വീടുകളും സ്റ്റാറുകളും മറ്റ് ട്രീകളും കൊണ്ട് നിറഞ്ഞു. പിന്നെ ചൈന എന്ന രാജ്യത്തിന്റെ ഒരുപാട് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് വിപണിയുടെ ട്രെൻഡ് ഓരോ കൊല്ലവും പുതുമയാക്കുന്നു. ക്രിസ്മസ് റണ്ണേഴ്സ്, റീത്തുകള്, ക്രിസ്മസ് സെറാമിക് പ്രൊഡക്ട്സ്, ക്രിസ്മസ് ഡെക്കേഴ്സ്, ട്രീകളിൽ തന്നെ ഏകദേശം 50ഓളം ടൈപ്പ് ട്രീകൾ വിപണിയിലുണ്ട്. അതിൽ സ്നോ പൈൻ ട്രീ ആണ് ട്രെൻഡിങ് ആയിട്ടുള്ളത്. ഒരു ഇമ്പോർട്ടർ എന്ന നിലയ്ക്ക് ഈ ഡോളറിന്റെ മാറ്റങ്ങൾ വലിയ വെല്ലുവിളിയാണ് കച്ചവടക്കാരെ സംബന്ധിച്ച്. എല്ലാ കൊല്ലവും സീസണൽ അല്ലെങ്കിൽ ഈ ക്രിസ്മസ് വിപണി ഒരു ലാഭത്തിലേക്ക് എത്തുമെന്ന് പറയാൻ സാധിക്കുകയില്ല. അതിന് പ്രധാന കാരണം പഴയ റെഗുലർ പ്രൊഡക്ട്സ് അല്ല ഇന്ന് വിൽക്കുന്നത്. ഇന്ന് പുൽക്കൂളിൽ തന്നെ 20 വെറൈറ്റിയാണ്. ഉണ്ണിസെറ്റിലും അതുപോലെ. എല്ലാ ജില്ലകളിലെയും എല്ലാ സംസ്ഥാനങ്ങളിലെയും കച്ചവടക്കാരന് വലിയ വെല്ലുവിളിയാണ് ഈ വിപണി മുന്നോട്ട് പോകുന്നത്. പല പ്രൊഡക്ട്സും ഉണ്ടായാലേ ക്രിസ്മസ് വിപണി മുന്നോട്ട് പോകുകയുള്ളൂ. അപ്പോൾ ഡിസംബർ 24 മുമ്പ് സ്റ്റാറും ട്രീകളും എല്ലാവരും വെക്കുക. ബ്രോഡ്വേയിലെ ക്രിസ്തുമസ് ഷോപ്പിങ്ങിനെ കുറിച്ച് അധ്യാപിക കൂടിയായ ഷിൽസ സജീവ്. ഈ ക്രിസ്മസ് സമയത്ത് ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം ബ്രോഡ്വേ ശരിക്കും ഒരു ഉത്സവത്തിൻ്റെതായിട്ടൊരു ഫീല് നമുക്ക് അവിടെ കിട്ടും. കാരണം അവിടുത്തെ ആ കടവരികൾ, തെരുവുകളൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടാവും, നക്ഷത്രങ്ങൾ ഉണ്ടാവും, അലങ്കാര വിളക്കുകൾ ഉണ്ടാവും, ക്രിസ്മസ് ട്രീയുടെ ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ടാവും, സാന്താക്ലോസിന്റെ മാസ്ക്, അങ്ങനെ നമുക്ക് വീട്ടിലേക്കും പള്ളിയിലേക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ ലഭ്യമാണ്. ഇതിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിലായിരിക്കും അവിടെ സാധനങ്ങൾ ലഭിക്കുന്നത്, നല്ല സാധനങ്ങൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്രിസ്മസ് സമയത്താണ് ഒരു മിക്ക സ്കൂളുകളിലും ആനുവൽ ഡേ ആഘോഷങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ആനുവൽ ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ കോസ്റ്റ്യൂംസ്, അവരുടെ മേക്കപ്പ് ഐറ്റംസ്, ആ പരിപാടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു മിക്ക സാധനങ്ങളും നമുക്ക് ഹോൾസെയിൽ പ്രൈസിന് തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അതിന്റെ മെയിൻ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് അവിടുത്തെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള മേത്തർ ബസാർ, ജൂട്ട് സ്ട്രീറ്റ്, ബ്രോഡ്വേ മാർക്കറ്റ് റോഡ്, ജൂ ബസാർ, ലിങ്ക് റോഡ്, അങ്ങനെ ചില ഏരിയകളിൽ എല്ലാ സമയത്തൊന്നും നമുക്ക് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്നില്ല എങ്കിലും അവരെ സീസൺ അനുസരിച്ച് പല ഷോപ്പുകളിലും ഹോൾസെയിൽ പ്രൈസിൽ നമുക്ക് സാധനങ്ങൾ ലഭിക്കും. പിന്നെ ഈ ബ്രോഡ്വേയിൽ ഈ സമയത്ത് ആ ഷോപ്പിങ്ങിൽ ആളുകൾ നേരിടുന്ന ഒരു പ്രധാന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വാഹന ഗതാഗത കുരുക്കാണ്. അതായത് പാർക്കിംഗ് സൗകര്യം വളരെ കുറവാണ്. പിന്നെ ചെറിയ വഴികൾ, അമിതമായ ജനത്തിരക്ക്, ഇതൊക്കെ നമുക്ക് കടകളിലേക്ക് പ്രവേശിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞാൽ ഓരോ ജില്ലകളിലേക്ക് കയറ്റി അയക്കുന്ന ഡോർ ബുക്കിങ്ങിന്റെ വണ്ടികളും സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവരെന്ന് പറഞ്ഞാൽ രാവിലെ അവരുടെ കസ്റ്റമർ വന്ന് പർച്ചേസ് ചെയ്ത് വൈകുന്നേരം ആ വണ്ടികൾ ഇങ്ങനെ ലൈനായിട്ട് കിടക്കും. അപ്പൊ അതും ഒരു ബ്ലോക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് കാണുന്നത് ചുമട്ട് തൊഴിലാളികൾ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങൾ. ചുമ്മാ അതിലേക്കൂടെ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ കൊണ്ട് നടക്കാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരുടെ കാര്യം നമ്മളൊന്ന് ആലോചിക്കണം. അവര് ഒരു 50 മുതൽ ഒരു 90 കിലോ വരെ ഭാരം വരുന്ന ചരക്കുകളൊക്കെ ആയിട്ടാണ് അവരതിലെ നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വഴി മാറിക്കൊടുക്കാൻ പോലും മര്യാദ കാണിക്കാത്ത ആളുകളും നമുക്ക് ഈ ഷോപ്പിങ്ങിന്റെ ഇടയിൽ കാണാൻ സാധിക്കും. വലിയൊരു അപകടങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറിക്കൊടുത്താൽ മതി. അപ്പൊ അതൊക്കെ ഈ ഷോപ്പിങ്ങിന്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ എത്രയൊക്കെ തിരക്കാണെങ്കിലും സാധാരണക്കാർക്ക് അവരെ കൊണ്ട് താങ്ങാവുന്ന വിലയിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ആയതുകൊണ്ടും ഈ സ്കൂൾ വാർഷിക ദിനത്തിന്റെ ഒരുക്കങ്ങളും ക്രിസ്മസിന്റെ ആഘോഷവും ഇതൊക്കെ കൊണ്ട് ബ്രോഡ്വേ ഒരു ഉത്സവ പ്രതീതി തന്നെ ആക്കുന്നുണ്ട്. എറണാകുളം ബ്രോഡ്വേയിലെ മേത്തർ ബസാർ ക്രിസ്തുമസ് അലങ്കാരങ്ങൾക്ക് വലിയ പ്രസിദ്ധി നേടിയിട്ടുള്ള ഇടമാണ്. അവിടെ ഫാൻസി ഇനങ്ങൾ വിൽപ്പന നടത്തുന്ന ബാലൻ ഈ സീസണിലെ വ്യാപാരത്തെക്കുറിച്ച് വിവരിക്കുന്നു. ക്രിസ്തുമസിനോട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അടിപൊളിയാണ്. ഞങ്ങൾക്ക് പഴയ കടയാണ്. ഞങ്ങൾ 88 തുടങ്ങിയിട്ടില്ല, 1988. അപ്പൊ അതിനുള്ള ഗുണം ഞങ്ങൾക്ക് ഉണ്ട്. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല, ക്രിസ്മസിന്റെ സാധനങ്ങൾ ഇവിടെ ഇല്ലാത്തില്ല. ഡെക്കറേഷൻ ഐറ്റം ഇപ്പൊ നമുക്ക് ഈ കോണി കയറുന്ന മങ്കി ഇറങ്ങിയിട്ടുണ്ട്, പിന്നെ കൊടയിൽ ഇറങ്ങണ പാരച്ചൂട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കംപ്ലീറ്റ് ചൈനയില് ഇവിടെ ഇറക്കുമതി ചെയ്യണത്. ഇത് അടിപൊളിയാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ഐറ്റം പർച്ചേസ് ചെയ്യണം. പോയിട്ട് അതിനുള്ള സെലക്ഷൻ വേണം, ആകെ നിറച്ച് സാധനം വേണം. കടയിലാണ്ട് കയറി കഴിഞ്ഞാൽ ഒരു സ്വർഗ്ഗലോകം പോലെ ആക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ആക്കുമ്പോഴാണ് അടിപൊളി എന്നുള്ള അർത്ഥം വരുന്നുള്ളൂ. നമ്മൾ 4 ഐറ്റം വെച്ചിട്ട് അടിപൊളി എന്ന് പറയാൻ പറ്റില്ലല്ലോ. 2 മാസം മുന്നെയാണ് ചൈനയ്ക്ക് പോണത്. അപ്പൊ നമുക്കൊരു 20 ദിവസത്തിനുള്ളിൽ സാധനം ഇവിടെ ഇറങ്ങി കിട്ടും. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ റീറ്റെയിൽ മാത്രമല്ല ഉദ്ദേശിച്ചത്, നമുക്ക് മെയിൻ ഹോൾസെയിലാണ്. അത് കേരളം മുഴുവൻ സാധനം എടുക്കാൻ വരും. ഇവിടെ പാറശാല വരെ ഏറ്റെടുക്കാൻ ഇവിടെ വരുന്നുണ്ട് ഹോൾസെയിൽ കടക്കാര്. പിന്നെ ഇപ്പൊ തിക്കുന്നരക്കെന്ന് പറഞ്ഞാൽ ബസാറിൽ നടക്കാൻ പറ്റില്ല, കാരണം കാഴ്ചക്കാര് കണ്ടുപോകാനുണ്ട്. മേത്തർ ബസാർ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ, 1 കിലോമീറ്ററേ ഉള്ളൂ. വലിയ വിഷമിച്ചിട്ടാണ് ആൾക്കാർ നടന്നു പോണത്. ചൈനയ്ക്ക് ഒരു 10 വർഷമായിട്ട് ഞങ്ങൾ പോകാറുണ്ട്, ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാറുണ്ട്.
ചൈന ബസാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5-8 ഏക്കറുള്ള സ്ഥലത്താണ് ചൈന ബസാർ. നമ്മള് നടന്ന് നോക്കി നമുക്ക് പറ്റിയത് ഏജന്റിന് മുഖാന്തരം നമ്മൾ ഓർഡർ കൊടുക്കും. അപ്പൊ അവരത് കളക്ട് ചെയ്തിട്ട് ഒരു 15 ദിവസത്തിനുള്ളിൽ കണ്ടെയ്നറൊക്കെ സെറ്റിൽ ചെയ്തിട്ട് നമുക്ക് അയച്ചു തരും. അപ്പൊ അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടില്ല. നമ്മളെ കൂടെ അവിടുത്തെ ഭാഷ അറിയണ ഒരു കുട്ടി ഞങ്ങളുടെ കൂടെ വരും. എല്ലാ സീസണിലും പെട്ട ആൾക്കാരെ ഞങ്ങൾ. ഈ കട ക്രിസ്മസിന് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ബസാറിന്റെ മേത്ര ബസാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു 5-8 കട സ്പെഷ്യലായിട്ട് പണിത് വരും. സ്കൂട്ടറൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ ഒഴിവാക്കി അവിടെ ചെറിയ റൂമായിട്ട് മുറിച്ചു കൊടുക്കും അതിന്റെ ഓണർ. അപ്പോൾ വലിയൊരു മാർക്കറ്റായിട്ട് മാറുകയാണ് അത് മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊന്നും ഇല്ല. അത് അവര് 24-ന് സാധനം കാലിയാക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു കച്ചവടം ഉണ്ടാകുമ്പോൾ അതും വലിയൊരു തിരക്കുകളാണ്. കച്ചവടം എന്ന് പറഞ്ഞാൽ യാത്രക്കാരനെ നമ്മൾ നോക്കിയിട്ട് തന്നെ കയറ്റുള്ളൂ. പണം വരുന്ന ആൾക്കാരുണ്ടല്ലോ, കുറെ കുട്ടികളും അച്ഛനും അമ്മയൊക്കെ വരുന്നത് സാധനം എടുക്കില്ല എന്നില്ല, എന്നാലും ഒരു നിറയെ കടയിൽ നിറയെ കൂടും, ആൾക്കാർ കൂടും. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു കച്ചവടം നടത്താനുള്ള പരിപാടി എടുക്കുന്ന ആൾക്കാരെ കണ്ടാൽ ഞങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് കയറ്റും. എന്നാലും കുഴപ്പമില്ല. അതിൽ നല്ല സൗകര്യമുള്ള കടയാണ്. അപ്പൊ കയറാനും ആൾക്കാർക്ക് സൗകര്യമുണ്ട്, നടന്ന് കാണാനും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ക്രിസ്തുമസിന് കൂടുതൽ മനോഹാരിത നൽകി വരുന്ന കരിമരുന്ന് വിപണന മേഖല പക്ഷേ വലിയ ഉത്സാഹത്തിലല്ല. ഈ മേഖലയിലെ വ്യാപാരിയായ മാർട്ടിൻ ചക്കാട്ടി. ഈ പടക്ക കച്ചവടത്തിന്റെ അവസ്ഥ പോണത്, അതായത് ഓൺലൈൻ വന്നതോടുകൂടി ഭയങ്കര പ്രശ്നമായി. ഈ ഓൺലൈനിൽ ഇത് മേടിക്കുമ്പോൾ ഒരു ഗ്യാരണ്ടി അതിന് കൊടുക്കണല്ല. ഇത് ശിവാശിന്ന് സെക്കൻഡ് സാധനങ്ങൾ മേടിച്ചത് കൊടുക്കണം. ഈ സാധനം ഓൺലൈനിൽ കൊടുന്നു ഓരോരുത്തർ അവിടെ ഇത്ര ഐറ്റം ഇത്ര അതിലേക്ക് പകുതി വിലയ്ക്ക് കിട്ടിയെന്നും പറഞ്ഞ് ഓൺലൈനിൽ മേടിക്കും. പിന്നെ അവരായിട്ടൊരു ബന്ധമില്ലല്ലോ. അതുപോലെ തന്നെ അടുത്തത് യൂട്യൂബില് വന്നത്, അതും ഇത് തന്നെ സ്ഥിതി. ഈ വീട്ടിൽ കൊണ്ട് ഈ സാധനം ഓൺലൈനിൽ വന്നത് അഴിച്ച് പൊട്ടിച്ച് വെക്കി നോക്കുമ്പോ കത്തണ സാധനം പൊട്ടും, മേലെ പോകുന്നത് താഴത്തുനിന്ന് പൊട്ടുകയും ചെയ്യും. പിന്നെ ഈ നാട്ടില് യുവാക്കളില്ലല്ലോ, അവനുള്ള കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കില്ല. നാട്ടില് ചെറുപ്പക്കാരില്ലാത്തതിന്റെ ഭയങ്കര ക്ഷീണം. ചെറുപ്പക്കാരൊക്കെ ഇന്ത്യ വിട്ട് പോയില്ലേ, അവരല്ലേ ഇതിന്റെ ആൾക്കാര്. പിള്ളേരുണ്ടെങ്കിലല്ലേ ആവശ്യമുള്ളൂ, പിള്ളേരില്ലല്ലോ. പിന്നെ ഇതിന് കാശും മുടക്കലെന്ന് പറയണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ഭയങ്കരമുള്ളൂ. എല്ലാവരും വിദേശ നാടുകളിലാണ്. ഒരു വർഷത്തില് ഏറ്റവും കൂടുതൽ ചിലവര് ഓരോ ജില്ല അടിസ്ഥാനത്തിലാണ്. കേരളത്തില് ഒരു 4 ജില്ലയാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ ബിസിനസ് നടക്കുന്നത്. ക്രിസ്മസിന് ഒന്ന് എറണാകുളം ജില്ല, അടുത്തത് കൊല്ലം ജില്ല, അടുത്തത് കോട്ടയം ജില്ല, ഏറ്റവും കൂടുതൽ പിന്നെ ഇടുക്കി ജില്ല. 4 ജില്ലയാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ ബിസിനസ് നടക്കുന്നത്. തൃശ്ശൂർ ജില്ലയില് അവര് പെരുന്നാളാ, പിണ്ടി പെരുന്നാള് തൃശ്ശൂർ ജില്ല. പള്ളികളില് നേരത്തെ കച്ചവടം കയറി വന്നതാ, കച്ചവടം വളരെ മോശം. ദീപാവലി തവണ മഴയത്ത് പോയി 2 ദിവസം, മഴ പെയ്തതോടുകൂടി കച്ചവടം പോയി. ദീപാവലിക്ക് നമ്മുടെ ഈ നാട്ടിലെ ആൾക്കാർ ഉപയോഗിക്കില്ലല്ലോ. നിയമത്തിന് ഇത് സുപ്രീം കോടതി വിധിയുള്ളതാണ്. ഓൺലൈൻ ബിസിനസ്, പടക്ക കച്ചവടം, സ്പോൺസറുകൾ നിരോധിച്ചിരിക്കുന്നതാണ്. ഇതിനു വേണ്ടി കുറെ ഏജന്റുമാര് ശുപാർശയിൽ നിന്ന് വില കുറച്ച് കിട്ടുമെന്നും പറഞ്ഞ് അവർ വിടുന്നു. GST ബില്ല അത് ഒന്നും തന്നെ ഇല്ല. അവര് വെറുതെ ഒരു ചെറിയൊരു എസ്റ്റിമേറ്റ് ബില്ല് വില കൊടുത്തുള്ളൂ. ഫുട്പാത്ത് കച്ചവടക്കാരന് ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. അതായത് ഈ സെക്കൻഡ് ചവറ് അതായത് ലോക്കൽ കമ്പനിയുടെ സാധനങ്ങൾ മേടിച്ച് അത് വിൽക്കും. റോഡിലിട്ട് വിറ്റ് അത് കൊണ്ടുപോയി അപകടം സംഭവിച്ചാൽ അത് ആ കൊണ്ടുപോകണവന് തന്നെ നഷ്ടം സഹിക്കുന്നവരാണ്. കേക്കുകൾ ക്രിസ്തുമസ് വിപണിയുടെ ഒരു പ്രധാന ചേരുവയാണ്. ഒരു ക്രിസ്തുമസ് കേക്ക് നിർമ്മാണ യൂണിറ്റിന്റെ ചുമതലയുള്ള ഫാദർ ആൽബിൻ കാവുകാട്ട് RCJ. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഒരുപാട് ഗിഫ്റ്റുകളും കേക്കുകളും. അതിലേറ്റവും പെട്ടെന്ന് കേക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പ്ലം കേക്കുകളാണ് അല്ലേ. ഞങ്ങൾക്ക് പെരുമ്പാവൂരിനടുത്ത് ഐമുറി എന്ന ഗ്രാമത്തിൽ ഒരു കൊച്ചു ബേക്കിംഗ് യൂണിറ്റ് ഉണ്ട്. ഏകദേശം ഒരു 15-16 സ്റ്റാഫ് നമ്മുടെ ബേക്കിംഗ് യൂണിറ്റിലുണ്ട്. ക്രിസ്മസ് കാലം ആകുമ്പോഴത്തേക്കും കേക്കിനുള്ള ഓർഡറുകളൊക്കെ തുടങ്ങും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലം കേക്ക്സ് നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട്. ട്രഡീഷണൽ പ്ലം കേക്കുകൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്രിസ്മസ് കാലത്തെ ഏറ്റവും വലിയൊരു മോട്ടോ എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് വിപണിയിൽ ഒരുപാട് തരത്തിലുള്ള കേക്കുകൾ അവൈലബിൾ ആണ്. ഡേ ബൈ ഡേ ഓരോ കേക്കിന്റെയും പുതിയ വേർഷൻസ് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ക്രിസ്മസ് കാലം ആകുമ്പോൾ പ്രത്യേകമായിട്ടും ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഡിമാൻഡ് കൂടുതൽ പ്ലം കേക്കിനാണ്. ഇതിന്റെ ഒരു ഡിമാൻഡ് ഒരിക്കലും കുറഞ്ഞു പോയിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു 365 ദിവസത്തോളം, ഒരു വർഷത്തോളം ഒക്കെ ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് നമ്മളത് ഒറിജിനലായിട്ട് റമ്മിൽ തന്നെയാണ് നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ സ്പെഷ്യൽ മസാലകളും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നമ്മൾ പല കണ്ടെയ്നറുകളിൽ ഓരോന്നിനും, ഇപ്പം എക്സോട്ടിക് പ്ലമ്മിനാണെങ്കിൽ ഒരു മിക്സ് ആയിരിക്കും, റിച്ച് പ്ലമ്മിനാണെങ്കിൽ വേറൊരു മിക്സ് ആയിരിക്കും, നോർമൽ പ്ലമ്മിനായിരിക്കും വേറൊരു മിക്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെ പല മിക്സുകൾ ചെയ്തിട്ട് നമ്മൾ ഇതിനെ പ്രിപ്പയർ ചെയ്ത് വെക്കും. അപ്പം അതിന് നമുക്ക് ഇവിടെ ഷെഫ് ഉണ്ട്, പിന്നെ നമ്മുടെ ഇവിടെയുള്ള വൈദികരും ബ്രദേഴ്സും എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആഘോഷമായിട്ടാണ് ഇവിടെ നമ്മൾ കേക്ക് മിക്സിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. നമ്മളിപ്പോൾ ഒരു 1000 കേക്ക് ഉണ്ടാക്കിയുള്ളെങ്കിൽ പോലും അത് ഏറ്റവും നല്ല ക്വാളിറ്റി കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. എപ്പോഴും നമ്മളുടെ കേക്കിന് ഓരോ ദിവസം കൂടുമ്പോഴും ആവശ്യക്കാർ, പ്രത്യേകിച്ച് ക്രിസ്മസ് കാലമാകുമ്പോഴത്തേക്കും പ്ലം കേക്സിന് ഒരുപാട് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രദേശത്തും അടുത്തുള്ള പ്രദേശങ്ങളിലും
രാജ്യങ്ങളിലെല്ലാം നമ്മുടെ കേക്കുകൾക്കും നമ്മൾ ഉണ്ടാക്കുന്ന ബാക്കിയുള്ള ഐറ്റംസിനൊക്കെ നല്ല ഡിമാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണയ്ക്ക് ശേഷം നമ്മൾ ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ക്രിസ്മസ് എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ടും നമ്മളെ ഹാപ്പി ആയിട്ടും വെക്കുമ്പോൾ നമ്മൾ ഫാമിലി എല്ലാവരും കൂടുമ്പോൾ അതൊരു ഉത്സവത്തിന്റെ ഒരു സമയമാണ്. നല്ല ക്രിസ്മസ് എല്ലാവർക്കും ആശംസിക്കുന്നു. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ലോകം മുഴുവൻ സന്തോഷത്തിന്റെയും പങ്കുവെക്കലിന്റെയും കൂടിച്ചേരലുകളുടെയും സമയമാണ് ക്രിസ്തുമസ് നവവത്സര ദിനങ്ങൾ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ആഘോഷങ്ങൾക്കും കൂടിച്ചേരലുകൾക്കും പുതിയ മാനം കൈവന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലും. വ്യത്യസ്ത സംസ്കാരങ്ങളുടെ കൂടിച്ചേരലോ ജീവിതം ഒന്നേയുള്ളൂ, അത് നല്ല ആഘോഷമായി ജീവിക്കുക എന്ന ചിന്തയോ ഒക്കെ ആകാം ഈ മാറ്റത്തിന് പിന്നിൽ. എന്തായാലും വിപണി സജീവമാകുന്നതോടെ നാടിന്റെ സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന ഉണർവ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയ്ക്കും സന്തോഷം പകരട്ടെ, കൂടുതൽ തെളിച്ചമേകട്ടെ. മിന്നിത്തിളങ്ങുന്ന ക്രിസ്തുമസ് വിപണി. നിർവഹണം റിയാസ് കളപ്പുരയിൽ. സഹകരണം ഷൈജി ടോണി. അവതരണം ആകാശവാണി കൊച്ചി FM 102.3.